ഗൈസ് കൗശല്യ ശുപ്രഭ രാധ സന്ധി പ്രവർത്തത ഗൈസ് എന്ന് എനിക്ക് പീരീഡ്സ് ആണ് ഗൈസ്. സോ അതുകൊണ്ടുള്ള എൻ്റെ മൊണാലിറ്റികളാണ് കാണിച്ചു തരാൻ വേണ്ട ഒരു പീരീഡ് ഡേ ഇൻ മൈ ലൈഫ്. സോ എല്ലാവരുടെയും പോലെ ഞാൻ ഉറക്കണിക്കുന്നതും വയറുവേദന അതികഠിനമാകുമ്പോഴാണ് ഗൈസ്. അതികഠിനം എൻ്റെ പൊന്നു അത്ര വേദനയാണ് എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ. എനിക്ക് വയറുവേദന, തലവേദന, കയ്യും കാലും വേദന, ഛർദിൽ, തലകറക്കം, ഒരിക്കൽ എനിക്ക് ഞാൻ ബോധമില്ലാതെയൊക്കെ കടന്നിട്ടുണ്ട്, തലയൊക്കെ കറങ്ങിയിട്ട്. അപ്പം എപ്പോഴത്തേയും പോലെ ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത് പീരീഡ്സ് ആവുന്ന സമയത്ത്. കാരണം രാവിലെ ഒരു സെക്ഷനിൽ എനിക്ക് വയറുവേദന വരും. അത് കഴിഞ്ഞ് കുറേ നേരം ഞാൻ തടവി കിടന്ന് ഉറങ്ങിയതിന് ശേഷം എഗെയിൻ എനിക്കൊരു വയറുവേദന വരുമ്പോഴാണ് ഞാൻ എണീക്കണത്. വെച്ചകുമ്പോഴത്തേക്ക് രാവിലെ തന്നെ ഇതിപ്പോൾ എനിക്ക് വെളുപ്പാങ്കാലത്തായതുകൊണ്ട് തന്നെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ കയറി കിടന്നുറങ്ങി. എന്നിട്ട് ഞാൻ ഒരു ഉച്ചയൊക്കെയായപ്പോഴാണ് എണീറ്റത്. അതിനുശേഷം ഞാൻ ഇഞ്ചി ഇട്ട അല്ലെങ്കിൽ കറുവപ്പട്ട ഏതെങ്കിലും ഒന്ന്, ഇഞ്ചിയോ കറുവപ്പട്ട ഇട്ട വെള്ളം നന്നായിട്ട് കുടിക്കുക. അത് പീരീഡ്സ് ആയിട്ട് മാത്രമല്ല, എപ്പോഴും ഞാൻ ഇഞ്ചി അല്ലെങ്കിൽ കറുവപ്പട്ട ഇട്ട വെള്ളം നന്നായിട്ട് മോന്തും. ഇത്രയും നല്ല ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിരിക്കുന്നത് ഇന്നലെ സ്ഥലത്ത് പോയിട്ട് വന്നിട്ട് ഇതേ കണക്ക് കിടന്നേണ് ഗൈസ്. വന്ന ഉടനെ ക്ഷീണമായിട്ട് കിടന്ന് രാവിലെ എണീറ്റപ്പം മൊണാലിട്ട് ഗൈസ് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. കാരണം ഇന്നലെ ഞാൻ ഒരിടത്ത് പോയിട്ട് വന്നിട്ട് ഞാൻ അതേപടി കയറി കിടക്കാൻ ചെയ്തത്. അപ്പം എനിക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡെയിലി അങ്ങനെ പീരീഡ്സ് ആകുമ്പോൾ കുളിക്കുക അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. പീരീഡ്സ് ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഞാൻ എന്തായാലും കുളിക്കാൻ എനിക്ക് ക്ഷീണം ഉണ്ടാകും. അപ്പം ഞാൻ കുളിച്ചിട്ട് വയറുവേദനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഫേസിൽ ആക്നെ വന്നു മാർക്കുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീനാണ് ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 10% വൈറ്റമിൻ സി ഫേസറാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഇതിനകത്ത് 2 ഇൻഗ്രീഡിയൻ്റ് ആണ് വരുന്നത്, വൈറ്റമിൻ സിയും നയാസിനമൈഡും. ആൻഡ് വൈറ്റമിൻ സി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൊട്ടൻ ഫോം ഓഫ് വൈറ്റമിൻ സി ആണ് വന്നിട്ടുള്ളത്. സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടി ഓൾസോ പിഗ്മെൻറ്റേഷൻ, അൺഈവൻ സ്കിൻ ടോണും മാറും. എൻ്റെ ഫേസിൽ ഇപ്പം പിഗ്മെൻറ്റേഷൻ ഇല്ല ഗൈസ്. ഞാൻ അത്ര കംപ്ലീറ്റ് ആയിട്ട് വേണം. ഇപ്പം എൻ്റെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ ഇല്ല. പക്ഷേ ആക്നെ വന്നു പോയതിൻ്റെ പോസ്റ്റ് ആക്നെ സ്കാഴ്സ് ഉണ്ട്. സോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റമിൻ സി സീറ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നയാസിനമൈഡ് ഉണ്ട്, വൈറ്റമിൻ B3 ഒരു ആക്റ്റീവ് ഫോമാണ്. ഇത് നമ്മുടെ ആക്നെ മാർക്സ് റെഡ്യൂസ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയാനുള്ള കാര്യം, ഞാൻ 10% ആണ് യൂസ് ചെയ്യണം. ആദ്യമേ ചാടിക്കയറി 10% യൂസ് ചെയ്യരുത്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വരണം 2, 5 എന്നിട്ട് വേണം പയ്യെ വേണം നമ്മൾ 10 വരാൻ വേണ്ടിയിട്ട്. ഞാൻ പയ്യെ 10 വന്ന ഒരാളാണ്. സോ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഭയങ്കര സൂപ്പർവായിട്ടുള്ള പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ സ്കിന്നാണെന്ന് തന്നെ അറിയാൻ പറ്റും. ബിഫോർ ആഫ്റ്റർ ആണ് നമ്മുടെ ആ ഒരു നല്ലൊരു ചേഞ്ച് നമുക്ക് വന്നിട്ടുണ്ട്. ഡാർക്ക് സ്പോട്ട്സ് ഡള്ളായേണ്ടത്. നിങ്ങൾക്ക് മസ്റ്റായിട്ടൊരു വൈറ്റമിൻ സി സീറം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് പ്ലസ് നയാസിനമൈഡും ഉണ്ട്. നയാസിനമൈഡ് അലർജി ആയിട്ടുള്ളവർ യൂസ് ചെയ്യണം. പിന്നെ പറയാനുള്ള കാര്യം, പാച്ച് ടെസ്റ്റ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. അത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയുള്ള കാര്യമാണ്. സൂപ്പർവാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. സോ അതിന് ശേഷം മസ്റ്റായിട്ട് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അതിനുശേഷം മസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴുതുന്ന ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 1% ഹൈറലോണിക് സൺസ്ക്രീൻ അക്വ ജെല്ലാണ്. SPF 50 വരുന്ന PA+++ ഉള്ള സൺസ്ക്രീനാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കും. അതിൻ്റെ ഓൾസോ ഹൈറലോണിക് ആസിഡും വൈറ്റമിൻ ഇ ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സൺ ഡാമേജ് ഒന്നും വരില്ല. സ്കിന്ന് നല്ല അടിപൊളി ഭയങ്കര ഗ്ലോയിങ് ആയിട്ടിരിക്കും. പിന്നെ പറയാനുള്ള കാര്യം, സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട മസ്റ്റായിട്ടുള്ളതാണ്. ഇപ്പോൾ വെയിലുണ്ടോ ഇല്ലയോ, ഇപ്പം ഞാൻ ബ്ലൂ ലൈറ്റിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മസ്റ്റായിട്ട് ഞാനൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യും. കാരണം നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയിരിക്കുക, റിങ്കിൾസും ഫൈൻ ലൈൻസ് ഒന്നും വരാതിരിക്കാനും സ്കിന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് സ്കിൻ ഡാമേജ് ഒന്നും വരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അത് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എത്ര നിങ്ങൾ വെയിലാണ് മഴയാണ് എന്ന് വെയിലില്ല മഴയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സ്കിന്ന് നല്ല പ്രൊട്ടക്റ്റ് ചെയ്യണം. നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യം സൺസ്ക്രീനാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത്. അതൊരിക്കലും നിങ്ങൾ വിട്ടു പോകാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഗ്ലാമി 2024 എന്നുള്ള കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. പിന്നെ ഈ പ്രോഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഓരോ തവണ ഡെർമാക്കോയിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങുമ്പോഴും നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റ് അലോങ് വിത്ത് ഭൂമി. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, ചെക്ക് ചെയ്ത് നോക്കുക. സോ ഗൈസ്, നിങ്ങൾക്ക് എത്ര പേർക്ക് പീരീഡ്സ് ആകുമ്പോൾ വയറുവേദന ഉണ്ടെന്ന് അറിഞ്ഞിട്ട്, പക്ഷേ എനിക്ക് ഒടുക്കത്ത വേദനയാണ്. എൻ്റെ പൊന്നു സത്യം, എനിക്ക് പീരീഡ്സ് ആണെന്ന് എല്ലാവരും അറിയാം. എനിക്ക് നിൽക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, അങ്ങനത്തെ വേദനയാണ്. ഞാൻ ബാത്റൂമിൽ കിഴഞ്ഞാണ് പോകണം. കാരണം എനിക്ക് കാലില്ലാന്ന് തോന്നും. അപ്പം മുമ്പൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വയറുവേദന കുറയാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഇത് കണക്കത്തൊരു പാത്രത്തിൽ വെച്ച്, എൻ്റെ അമ്മ ഈ പൂച്ചയുടെ മണാലിട്ടുണ്ട് ചിരിക്കാനാണ് കേട്ടാ, ഇത് കണക്കത്തൊരു പാത്രത്തിൽ വെച്ചിട്ട് നടുവിൽ ഇങ്ങനെ വച്ച് കുറേ നേരം കിടക്കും. അപ്പം ഇങ്ങനെ വച്ച് അമ്മ ഇങ്ങനെ വച്ച് തരും. അങ്ങനെയായിരുന്നു ഞാൻ പ്രായമായ സമയം മുതൽ ഫുള്ള് ഇങ്ങനെയാണ് എൻ്റെ വയറുവേദന കുറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അമ്മ കൈ വെച്ച് ഇറുക്കി തടവും. അപ്പോൾ ഇനി ചൂട് കിട്ടുമ്പോഴത്തേക്ക് വയറുവേദന ഒരുവിധ ആശ്വാസം ഞാൻ ഉറങ്ങും. അപ്പോൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് എൻ്റെ അത്ര എക്സ്ട്രീം വയറുവേദന കുറഞ്ഞിട്ട് എനിക്ക് ഒരുവിധം എനിക്ക്
നല്ലൊരു ആശ്വാസം കിട്ടും ഗൈസ്. സോ ആ ഒരു ടൈമിൽ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത് ഗൈസ്, അതായത് വേറെ ഒന്നുമല്ല, ഇത് പ്രോഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് വയറുവേദന കുറയ്ക്കാനുള്ള ആ സാധനം കാണിച്ചു തരാം. ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. ഇതൊരു ബാഗ് കണക്ക സാധനമാണ്. ഇത് നമുക്കൊരു ഹീറ്റ് പാച്ചായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു ബാഗാണ്. ഇതിനകത്ത് നമുക്ക് പവർ പോയിന്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ പ്ലഗ് കൊടുത്ത് കറണ്ടിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 10-15 സെക്കൻഡിനകം ഇത് നല്ല ചൂടാവും. അതിനകത്തൊരു ജെല്ലോ വാട്ടറാണ്, എന്താണെന്നല്ലോ വാട്ടറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായിക്കോട്ടെ, നല്ല ചൂടാകുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കെടുത്ത് വയറ്റിൽ വയ്ക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ഇപ്പം അമ്മ ഇവിടെ ഇല്ലാത്ത സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എണീറ്റ് പോയി വെള്ളം ചൂടാക്കി വയ്ക്കാനൊക്കെ. ഒട്ടും പറ്റൂല. അത് ആ ഒരു പെയിൻ്റെ സംഭവം അറിയാമെന്നുള്ളവർക്കറിയാം. നമുക്ക് ഭയങ്കര പെയിൻ, നമുക്ക് കൈയും കാലൊന്നും ഇല്ലാന്ന് തോന്നും. നമുക്ക് കാലുണ്ടെങ്കിൽ തന്നെ അത് പ്രവർത്തിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഈ ഒരു ബാഗാണ് യൂസ് ചെയ്യണത്. അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് വാങ്ങാൻ കിട്ടും, പക്ഷെ അതിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ വയറ് പൊള്ളും. എനിക്കൊരിക്കൽ എൻ്റെ വയറ് പൊള്ളിയിട്ടുണ്ട്. നല്ല തിളച്ചെടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുത്ത് എൻ്റെ വയറ് ഒരു ഇതുണ്ടല്ലോ ഹോട്ട് ബാഗ്, അത് വെച്ച് എൻ്റെ വയറ് നല്ല രീതിക്ക് പൊള്ളിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. ഇപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ വയറുവേദന വരുമ്പോൾ എന്ത് ചെയ്യും? ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെൽഫ് ഹീറ്റ് പാച്ച് എന്ന് പറയും. ഒരുപാട് ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ്. ഇതേ കണക്കത്തൊരു സംഭവമാണ്. ഇതെടുത്തിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ സ്റ്റിക്കർ എടുത്തിട്ട് നമ്മുടെ വയറ്റിൽ ഒട്ടിച്ചു കൊടുക്കുക. എനിക്ക് എപ്പോഴും അടിവയറ് വേദന, നടുവേദന, എനിക്ക് എപ്പോഴും കാണുന്നത് അടിവയറ് വേദനയാണ്. അടിവയറ് വേദന വരുമ്പോഴാണ് എനിക്ക് ഒട്ടും കാലില്ലാത്ത കണക്ക് എനിക്ക് ഫീൽ ചെയ്യണത്. ഈ ഭാഗമാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ചൂടാവും. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ചൂടായിട്ട് നമ്മുടെ ആ വയറുവേദന നന്നായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. നല്ല രീതിക്ക് ഭയങ്കര ആശ്വാസം കിട്ടും നമുക്ക്. ഇതേണക്ക് ജസ്റ്റ് ഒന്ന് വച്ചു കൊടുത്താൽ മതി, നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടും. നമുക്ക് എന്താ പറയുക, ഈ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ വയറ്റി പിടിക്കണം. നമ്മളിങ്ങനെ വയറ്റി പിടിച്ച് കൂനിപ്പോവും. നമുക്ക് ഒത്രയും വയറുവേദന വരുമ്പോഴത്തേക്കും ഇതാകുമ്പോൾ നമ്മുടെ വയറുവേദന നന്നായിട്ട് കുറച്ച് നമുക്ക് സെറ്റായിട്ടൊരു പുറത്ത് പോകുമ്പം നടുവിലോ വയറ്റിലോ നിങ്ങൾക്ക് വച്ചുകൊണ്ടോ അടിപൊളി സാധനമാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതിവിടെ സ്റ്റോക്കാണ്, കാരണം ഞാൻ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യണം നിർത്തി. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പറയില്ല എണീറ്റപ്പോഴേ ഞാൻ ഉച്ചയായി. അപ്പം ഞാൻ ഒരു മോർണിംഗ് ആ ഒരു ടൈമിൽ ഞാൻ 3 ഈത്തപ്പഴവും കിവിയും ആപ്പിളാണ് കഴിക്കണത്. ഇപ്പം കിവി നല്ല രീതിക്ക് ഇപ്പം കിട്ടും, അവൈലബിളാണ് കിവി. പിന്നെ ആപ്പിള് ഒരു ദിവസം ഒരാപ്പിൾ ഞാൻ ഇപ്പം കഴിക്കും, കാരണം എന്താണെന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ പറയാം. പിന്നെ ഈത്തപ്പഴവും കഴിച്ചിട്ട് കുറേ നല്ല, കാരണം എനിക്ക് അയണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് കേട്ടോ. അയണിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് ഈത്തപ്പഴമൊക്കെ ഞാൻ ഇപ്പം കഴിക്കും. ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് ഞാൻ എൻ്റെ 2024 ഏറ്റവും വലിയ ഗോൾ. അതാണ് ഗൈസ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും ഇൻവെസ്റ്റ് ചെയ്യുക. കണ്ണിക്കട്ട KFCയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഏതെങ്കിലും അപ്പൂപ്പനെ വളർത്താനേക്കാളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ച് ആരോഗ്യം നോക്കാമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അതിനുശേഷം ഞാൻ പീരീഡ്സ് ടൈമിൽ ഞാൻ വയ്ക്കുന്ന റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് പീരീഡ് പാൻറ്റീസ്. ഞാൻ മെൻസ്ട്രൽ കപ്പ് വയ്ക്കാറുണ്ട്, സാധാരണ പാഡ് വയ്ക്കാറുണ്ട്, ഇല്ലെങ്കിൽ കോട്ടൺ തുണികൾ ഇവിടെ വയ്ക്കാറുണ്ട്. പിന്നെ പീരീഡ് പാൻറ്റീസ് ഉപയോഗിക്കാറുണ്ട്. ഇത് കണക്കത്തെ കോട്ടൺ തുണികൾ ഇല്ലാതെ ഇത് കണക്കത്തുള്ള ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റീസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സോ ഞാൻ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് നല്ല ലീക്കേജൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. പിന്നെ എൻ്റെ ഏറ്റവും വലിയ എന്താ അറിയും, ഇതിട്ടാൽ നമ്മൾ പാൻറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് ആ പാൻറ്റീസ് കഴുവേണ്ട ജെട്ടി കഴുകണ ഒരു പാട് നമുക്ക് വരില്ല. അത് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇവിടെ വയ്യാത്ത സമയത്ത് ഇവിടെ കല്ലിൽ കിടന്ന് മറ്റേ കുനിഞ്ഞ് കഴിവും. അപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ എനിക്ക് തലപ്രാന്തല്ല, നടുവൊക്കെ അങ്ങ് പോകും, നടുവില്ലാന്ന് തോന്നും. മണായിട്ട് അതിനുശേഷം ഗൈസ് ഉച്ചയ്ക്ക് ഞാൻ ചോറ്, മീൻകറി, അച്ചാറ്, അവിയൽ. ഇതാണ് നമ്മുടെ ഇന്നത്തെ കറികൾ. സോ ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വങ്കട മീൻ. വങ്കട തിന്നാൽ സങ്കടം തീരുമെന്നാണ് ഗൈസ്. സങ്കടം വരുമ്പോൾ നിങ്ങളൊരു വങ്കട തിന്ന് നോക്കൂ, എന്തുകൊണ്ട് നല്ലതാണ്. ഭയങ്കര ഇഷ്ടമാണ് വങ്കട മീനിൻ്റെ തലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വങ്കട അയലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഊണ് കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കട്ടൻ കുടിച്ചു. എന്താണ് ആ സാധനം ഇട്ടല്ലേ, കല്ല ഗൈസ്. ഒരു മുതുക്ക് ഇഞ്ചിയാണ് ഞാൻ അതിനകത്തോട്ട് ചതച്ചിട്ടത്. ഇഞ്ചിയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടി ഒരു കുറേ ഇഞ്ചി ഇട്ടാൻ കുടിക്കും, കാരണം എൻ്റെ ഡൈജഷൻ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് എനിക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ നിൽക്കണം. കട്ടനക്കാരി ഇഞ്ചിയുടെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുടിക്കും. കാരണം ഇഞ്ചി നല്ലതാണ്. ഞാനൊരു ഇഞ്ചിയാണെങ്കിലും ഞാനത് പറയാണ്, ഇഞ്ചി നല്ലതാണ്. ഇഞ്ചി കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാവും, നമ്മുടെ ഗട്ട് ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. സോ ഇത് നന്നായിട്ട് കുടിക്കും. എൻ്റെ കണ്ണ് കണ്ട വയറുവേദനയുടെ നല്ലൊരു ലക്ഷണം എൻ്റെ കണ്ണിലില്ലേ ഗൈസ്. ഇനി നമ്മൾ രാത്രി കാലങ്ങളിലോട്ട് കിടക്കുകയാണ്. രാത്രി ഞാൻ കഴിച്ചത് ഇതാണ് ഗൈസ്,
ഒരു ഫുള്ള് ക്യാരറ്റ്, ഒരു ഫുള്ള് വെള്ളരി എല്ലാം കൂടെ അരിഞ്ഞ് ഉപ്പിട്ട് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചെടുത്ത് അതിന് ശേഷം 3 ആപ്പിൾ എടുത്തിട്ട് ഞാനും അവളുടെ എടുത്തേണ്, ആപ്പിളും പേരയ്ക്കും, പിന്നെ 3 ഈത്തപ്പഴം. എന്തായാലും നിനക്ക് ഈത്തപ്പഴത്തിൽ കൈവശം തന്നിക്കണമെന്ന് ചോദിക്കരുത്, എനിക്ക് മധുരം കഴിക്കാൻ തോന്നി. മധുരം കഴിക്കാൻ വന്നപ്പം വീട്ടിൽ വയ്ക്കിയപ്പോഴത്തേക്ക് ഇതിരിക്കണം എന്തോ പ്ലം കേക്ക്. പക്ഷേ ഞാൻ പ്ലം കേക്ക് ഞാൻ കഴിച്ചില്ല. പ്ലം കേക്ക് അമ്മയും അവളുടെ കഴിക്കണേ ഞാൻ കഴിച്ചില്ല, കാരണം അവർക്ക് കൊടുത്തില്ല. കഴിച്ച് എനിക്കിതൊന്നും കഴിച്ചുകൂടാ. അപ്പം ഞാൻ ഇതാണ് കഴിച്ചത്. ഇത് 3 കൂടെ ഇത് മധുരം കഴിച്ചപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടി. ഇത് ഇത്രയും കൂടെ ഞാൻ കഴിച്ച് ഞാൻ മറ്റേ ഇതും കണ്ടുകൊണ്ടിരുന്നാണ് കഴിച്ചത്. എനിക്ക് ഒരു സീരീസ് കാണാമായിരുന്നു, എന്തൊരു കോഞ്ചറിങ് കണ്ണപ്പൻ, അത് കണ്ടുകൊണ്ടിരുന്നാണ് കഴിച്ചത്. കാണണം കേട്ടോ, കോമഡി സിനിമ സീരീസാണത്. സിനിമ ഓക്കെ, അതാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് അതിനുശേഷം വർക്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം എൻ്റെ പീരീഡ് ടൈമിൽ ഞാൻ ഭയങ്കര ലക്ഷറിയസ് ലൈഫാണ് എനിക്ക്. കാരണം എനിക്കൊരു ജോലി ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, പീരീഡ് ടൈമിൽ നമ്മൾ റെസ്റ്റ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ പണ്ട് മുതലേ പീരീഡ് ടൈമിൽ അങ്ങനെ റെസ്റ്റ് പണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ വിറവൊക്കെ പറക്കാൻ പോകുമായിരുന്നു, അങ്ങനെയല്ല. പക്ഷേ ഇതുണ്ട്, നമ്മൾ പണ്ട് ഉള്ളിലൊക്കെ താമസിക്കണുണ്ട്, പീരീഡ്സ് ആകുമ്പോഴത്തേക്ക് കാട്ടിലോട്ടൊന്നും ഒരു വിടൂല, ഒരു അന്ധവിശ്വാസമാണ്, കാട്ടിൽ പോകരുത്, തോട്ടി കുളിക്കാൻ പോകരുത്, ബാധ കൂടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു നമുക്ക് ജോലിയൊക്കെ ഒഴിഞ്ഞു കിട്ടും. അങ്ങനെ അതുകൊണ്ട് ഗൈസ് പീരീഡ്സ് ആകുമ്പം ഞാൻ മാക്സിമം റെസ്റ്റിലാണ്. കാരണം എനിക്ക് റെസ്റ്റ് എടുക്കാനാണ് ഇഷ്ടം. ഭാവിയിൽ അങ്ങനെ നടക്കില്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് മസ്റ്റായിട്ടും പീരീഡ്സ് ആകുമ്പോൾ എനിക്ക് റെസ്റ്റാണ്. എനിക്ക് ഭയങ്കര വയറുവാനാണ്, എനിക്ക് ക്ഷീണമാണ്. എനിക്കിപ്പോൾ ഈ ഇടയ്ക്ക് മൂഡ് സ്വിങ്സാണ്, എനിക്ക് ദേഷ്യം വരും, ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ കരയും. ചിലപ്പോൾ ഞാൻ കരയുന്നതിൽ സിനിമ കണ്ടിട്ട് ഞാൻ നടിയെ ഞാനാണെന്നൊക്കെ ആലോചിച്ച് ചിലപ്പോൾ ഞാൻ അതൊക്കെ കണ്ടിരുന്ന കരയും. ഓ മൈ ഗോഡ്, എന്തൊക്കെ മൊണായിട്ട് ജീവിതങ്ങളാണല്ലേ ഗൈസ്. യെസ്, പെണ്ണായി പിറന്നതൊക്കെ ഇതെല്ലാം അനുഭവിക്കണ്ടേ. പക്ഷേ സത്യം പറയാണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ പെണ്ണായി ജനിച്ചത്. എനിക്കത് പറയാൻ അറിഞ്ഞുകൂടാ. ആണോ എനിക്ക് വേണ്ടതെന്ന് എനിക്ക് പെണ്ണായി ജനിച്ചത് സത്യം എനിക്ക് പറയാൻ അറിഞ്ഞൂടാ ഗൈസ്. എന്തുമാത്രം ലിപ്സ്റ്റിക്കാണ് ഞാൻ ഒരു ദിവസം ഇടുന്നത്. ആണുങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടുകൂടാന്നല്ല, പക്ഷേ എനിക്ക് പെണ്ണായിട്ട് ജനിച്ചതിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഭയങ്കര പ്രൗഡാണ് ഞാൻ പെണ്ണായിട്ട് ജനിച്ചതിൽ. സത്യം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പെണ്ണായിട്ട് ജനിച്ചതിൽ. താങ്ക് ഗോഡ് എന്നെ പെണ്ണാക്കി. താങ്ക് യു സോ മച്ച്.